നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ഏതു പരീക്ഷണമാണ് ISRO വിജയകരമായി പരീക്ഷിച്ചത്? ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് ആണ്. 4 കിലോമീറ്റർ ഉയരത്തിലെത്തിച്ച ശേഷം പേടകം താഴേക്ക് ഇടുന്നതാണ് ഈ പരീക്ഷണം കേട്ടോ. ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ്. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി ബഹിരാകാശ യാത്രികരുടെ പേടകത്തെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിനുള്ള ഏത് പരീക്ഷണമാണ് ISRO വിജയകരമായി പരീക്ഷിച്ചത്? ഇൻ്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ 4ാമത്തെ സൈനിക വ്യോമതാവളം ഇന്ത്യയിൽ വരുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള 4ാമത്തെ സൈനിക വ്യോമതാവളം ഇന്ത്യയിൽ വരുന്നത് എവിടെയാണ്? തെക്കൻ ലഡാക്കിലെ ന്യോമയിലാണ്. തെക്കൻ ലഡാക്കിലെ ന്യോമ. മുദ് അഡ്വാൻസ് ലാൻഡിംഗ് ഗ്രൗണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിലാണ് ഈ വ്യോമതാവളം ഉള്ളത് കേട്ടോ. ചൈനീസ് അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്റർ, ലേയിൽ നിന്നും 200 കിലോമീറ്ററും അകലെയായിട്ടാണ് ഈ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് എവിടെയാണ്? പെരമ്പൂർ ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിലാണ്. പെരമ്പൂർ ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത്. ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് ആണ്. ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് അനീഷ് ദയാൽ സിംഗ്. ഈയിടെ ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ചേതേശ്വർ പുജാരയാണ്. മറ്റനേകം താരങ്ങൾ ഈയിടെ വിരമിക്കുകയുണ്ടായി. അപ്പോൾ അമിത് മിശ്ര ഈയിടെ വിരമിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനത്തെ താരങ്ങളൊക്കെ, പ്രധാനപ്പെട്ട താരങ്ങളുടെ വിരമിക്കലൊന്ന് നോക്കി വെച്ചോളാം. 62 വർഷം ഇന്ത്യൻ വ്യോമസേനയെ സേവിച്ച ശേഷം പ്രവർത്തനം നിർത്തുന്ന യുദ്ധവിമാനം MiG-21 ആണ്. 62 വർഷം ഇന്ത്യൻ വ്യോമസേനയെ സേവിച്ച ശേഷം പ്രവർത്തനം നിർത്തുന്ന യുദ്ധവിമാനമാണ് MiG-21. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് US എത്ര ശതമാനം ഇറക്കുമതി തീരുവയാണ് ചുമത്തിയത്? 25%. നേരത്തെ പ്രഖ്യാപിച്ച 25% പകരച്ചുങ്കവും ചേർത്ത് ആകെ തീരുവ 50% വരും കേട്ടോ. മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ചൈനയാണ്. മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യമാണ് ചൈന. ഇൻ്റർ കോണ്ടിനെൻ്റൽ മ്യൂസിക് അവാർഡ്സിൽ ഏഷ്യൻ ഫോക്ക് വിഭാഗത്തിൽ മികച്ച ഗാനങ്ങളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ഗാനം അഞ്ജലി മുകുന്ദം രചനയും സംവിധാനവും നിർവഹിച്ച കുറുമാലിപ്പുഴയാണ്. അഞ്ജലി മുകുന്ദം രചനയും സംവിധാനവും നിർവഹിച്ച കുറുമാലിപ്പുഴ എന്ന ഗാനമാണ്. ഏഷ്യൻ റോക്ക് വിഭാഗത്തിൽ ബംഗളൂരു IT മലയാളികളുടെ 11 ദി ബാൻഡ് പുറത്തിറക്കിയ തകതയ്ക്കാണ്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ ഗവർണർ സ്ഥാനത്ത് നിന്ന് ഡൊണാൾഡ് ട്രംപ് പുറത്താക്കിയത് ആരെയാണ്? ലിസ കുക്കിനെയാണ്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ ഗവർണർ സ്ഥാനത്തു നിന്ന് ഡൊണാൾഡ് ട്രംപ് പുറത്താക്കിയത് ലിസ കുക്കിനെ. ഈയിടെ ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ച രാജ്യം ഓസ്ട്രേലിയയാണ്. നടപടി രാജ്യത്ത് ജൂതവിരുദ്ധ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു എന്നാരോപിച്ചാണ് ഇറാനുമായുള്ള ബന്ധം ഈയിടെ ഓസ്ട്രേലിയ വിച്ഛേദിച്ചത്. ഈയിടെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതരായത് ജസ്റ്റിസ് വിപുൽ മനുഭായ് പഞ്ചോളി, ജസ്റ്റിസ് അലോക് ആരാധെ എന്നിവരാണ്. ജസ്റ്റിസ് വിപുൽ മനുഭായ് പഞ്ചോളി, ജസ്റ്റിസ് അലോക് ആരാധെ എന്നിവരാണ് ഈയിടെ സുപ്രീം കോടതി ജഡ്ജിമാരായി നിയമിച്ചത്. ഗർഭാശയഗള അർബുദം 2 മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ചത് ഡൽഹി എയിംസ് ആണ്. ഗർഭാശയഗള അർബുദം 2 മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനാകുന്ന കിറ്റ് വികസിപ്പിച്ചത് ഡൽഹി എയിംസ് ആണ് കേട്ടോ. അടുത്തത് ക്ലാസ് മുറികളിൽ സ്മാർട്ട് ഫോൺ നിരോധിച്ച രാജ്യം ദക്ഷിണ കൊറിയ. ഈയിടെ നടത്തിയ 10ാം ശ്രമത്തിലൂടെ വിക്ഷേപണ പരീക്ഷണം സമ്പൂർണ്ണ വിജയമായ ലോകത്ത് ഏറ്റവും കരുത്തുറ്റതും വലുപ്പമേറിയതുമായ ബഹിരാകാശ വാഹനം സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പാണ്. ഈയിടെ നടത്തിയ 10ാം ശ്രമത്തിലൂടെ വിക്ഷേപണ പരീക്ഷണം സമ്പൂർണ്ണ വിജയമായ ലോകത്തെ ഏറ്റവും കരുത്തുറ്റതും വലുപ്പമേറിയതുമായ ബഹിരാകാശ വാഹനമാണ് സ്പേസ് എക്സിൻ്റെ സ്റ്റാർഷിപ്പ്. 123 മീറ്ററാണ് അതിൻ്റെ ഉയരം. പാപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക എൻട്രിയായി ഓസ്കാറിനെത്തുന്ന പപ്പ ബൂക്ക എന്ന സിനിമ സംവിധാനം ചെയ്തത് മലയാളിയായ ഡോക്ടർ ബിജു ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അത് കേട്ടോ. മലയാളിയായ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പാപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് ഓസ്കാറിലെത്തുന്ന പാപ്പ ബൂക്ക എന്ന സിനിമയെ പറ്റി പ്രത്യേകം നോക്കി വയ്ക്കുക.
ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെൻറ്റർ സംവിധാനം തുടങ്ങുന്ന സംസ്ഥാനം കേരളമാണ്. ഭരണവുമായി ജനങ്ങളെ നേരിട്ട് ബന്ധിപ്പിക്കാൻ സർക്കാർ സിറ്റിസൺ കണക്ട് സെൻറ്റർ സംവിധാനം തുടങ്ങുന്ന സംസ്ഥാനം കേരളം. മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്നാണ് സംവിധാനത്തിൻ്റെ പുതിയ പേര്. കേരളത്തിലെ ഈ സംവിധാനത്തിൻ്റെ പുതിയ പേരാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന സംവിധാനം. ദെൻ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്തയാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ മഹേന്ദ്ര മോഹൻ ഗുപ്ത. ദെൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 5 ദൗത്യത്തിൽ സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ജപ്പാനാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 5 ദൗത്യത്തിൽ സഹകരിക്കാൻ തീരുമാനിച്ച രാജ്യം ജപ്പാൻ. ദെൻ IMFൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ RBI മുൻ ഗവർണർ ഊർജിത് പട്ടേലാണ്. IMFൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ RBI മുൻ ഗവർണർ ഊർജിത് പട്ടേൽ. ദെൻ കംബോഡിയൻ നേതാവുമായുള്ള വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് അധികാരത്തിൽ നിന്നും പുറത്തായ തായ്ലാൻഡ് പ്രധാനമന്ത്രി പെയ്തോങ് തരൺ ഷിനവത്ര. അവർ സസ്പെൻഷനിലായിരുന്നു, ഇപ്പോൾ അധികാരത്തിൽ നിന്ന് തന്നെ പുറത്തായി കേട്ടോ. ദെൻ ഇക്കൊല്ലത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 1ാം സ്ഥാനത്തെത്തിയത് വിയ്യപുരം ചുണ്ടനാണ്. കൈനക്കരി വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ ചുണ്ടൻ വള്ളമാണ് വിയ്യപുരം ചുണ്ടൻ. ദെൻ 25ാം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് വേദിയായത് ടിയാൻജിൻ ആണ്. ചൈനയിലെ ടിയാൻജിൻ. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്ക് വേദിയായത് ചൈനയിലെ ടിയാൻജിൻ. 25ാമത്തെ SCO കോൺഫറൻസ് ആയിരുന്നു. അപ്പോൾ ഈ SCO പറഞ്ഞ സംഘടനയെ പറ്റി ഒന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ നെഹ്റു ട്രോഫി വള്ളംകളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വയ്ക്കുക. ഏത് പുഴയിലാണ് അല്ലെങ്കിൽ ഏത് കായലിലാണ് നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഈ നെഹ്റു ട്രോഫി അതുപോലെ പ്രസിഡൻസ് ട്രോഫി, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ രമൺ മാഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. സ്ഥാപക സഫീന ഹുസൈൻ. മാഗ്സസെ പുരസ്കാരം കിട്ടുന്ന ആദ്യ ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി എന്ന സംഘടന. ദെൻ മറ്റ് ജേതാക്കൾ മാലദ്വീപ് പരിസ്ഥിതി പ്രവർത്തക ഷാഹിന അലി, ഫിലിപ്പൈൻസ് സാമൂഹിക പ്രവർത്തക ഫ്ലാവിയാനോ ആൻ്റോണിയോ എൽ വിലനുയേവ. ദെൻ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലെ കുറച്ച് ചോദ്യങ്ങളൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നില്ല, അപ്പോൾ അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. വോട്ട് കവർച്ച ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്ര വോട്ടർ അധികാർ യാത്രയാണ്. ദെൻ ഭവന വിലവർധനയിൽ ലോകത്ത് 4ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം ബംഗളൂരു നഗരമാണ്. ഭവന വിലവർധനയിൽ ലോകത്ത് 4ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം ബംഗളൂരു. ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോൾ ആണ് 1ാം സ്ഥാനത്തുള്ളത്. ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോൾ ആണ് 1ാം സ്ഥാനത്തുള്ളത്. ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് ബാംഗ്ലൂരാണ്, അതായത് ലോകത്ത് 4ാം സ്ഥാനത്ത്. ദെൻ സ്കിബിഡി, ഡെലുലു, ഇൻസ്പോ തുടങ്ങിയ ജൻസി പദങ്ങൾ നിഘണ്ടുവിൽ ഉൾപ്പെടുത്തിയത് കേംബ്രിഡ്ജ് ആണ് കേട്ടോ. ദെൻ 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടുന്ന 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് 2025 ഓഗസ്റ്റ് 20-നാണ്. 2025 ഓഗസ്റ്റ് 20-നാണ് 130ാം ഭരണഘടനാ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ദെൻ 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് മനിക വിശ്വകർമ്മയാണ്. രാജസ്ഥാനിൽ നിന്നുള്ള കണ്ടസ്റ്ററാണ് അദ്ദേഹം, മനിക വിശ്വകർമ്മ കേട്ടോ. ദെൻ പുതിയ കണ്ടെത്തൽ പ്രകാരം സൗരയൂഥത്തിലെ ഏതു ഗ്രഹത്തിൻ്റെ വലുപ്പമാണ് ചുരുങ്ങി വരുന്നത്? ബുധൻ്റെയാണ്. പുതിയ കണ്ടെത്തൽ പ്രകാരം സൗരയൂഥത്തിലെ ഏതു ഗ്രഹത്തിൻ്റെ വലുപ്പമാണ് ചുരുങ്ങി വരുന്നത്? ബുധൻ. ഗ്രഹം രൂപപ്പെട്ട ശേഷം ബുധൻ്റെ ആരം 2.7 കിലോമീറ്റർ മുതൽ 5.6 കിലോമീറ്റർ വരെ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. ദെൻ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ മഹാരഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുടെ മലയാളി സാന്നിധ്യം G ഹരികൃഷ്ണനാണ്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ രഹസ്യങ്ങൾ തേടിയുള്ള ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയുടെ മലയാളി സാന്നിധ്യം G ഹരികൃഷ്ണൻ. ദെൻ അന്യസംസ്ഥാനങ്ങളിൽ കുടിയിറക്കവും പീഡനവും നേരിടുന്ന ബംഗാളികളെ തിരികെ വിളിക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ശ്രമശ്രീയാണ്. അന്യസംസ്ഥാനങ്ങളിൽ കുടിയിറക്കവും പീഡനവും നേരിടുന്ന ബംഗാളികളെ തിരിച്ചു വിളിക്കാൻ പശ്ചിമ ബംഗാൾ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ശ്രമശ്രീ. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്കാണ്. വായന കുറഞ്ഞതിനാൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്ക്. ഈയിടെ അന്തരിച്ച ലോകത്തെ ഏറ്റവും ദയാലുവായ ന്യായാധിപൻ എന്നറിയപ്പെട്ട US ജഡ്ജി ജസ്റ്റിസ് ഫ്രാങ്ക് കാപ്രിയോ ഈയിടെ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും ദയാലുവായ ന്യായാധിപൻ എന്നറിയപ്പെട്ട ജഡ്ജിയാണ് ജസ്റ്റിസ് ഫ്രാങ്ക് കാപ്രിയോ.
ഓൺലൈൻ ലോട്ടറി അടക്കമുള്ള എല്ലാ ഓൺലൈൻ വാതുവെപ്പ് ചൂതാട്ടങ്ങളും നിരോധിക്കുന്ന ബില്ല് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് പാസ്സാക്കിയ രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിൽ പുതിയതായിട്ടുള്ള നിയമം പാസ്സാക്കിയിട്ടുണ്ട്, പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ്. കാശ് വെച്ചിട്ട് ഓൺലൈൻ ചൂതാട്ടവും അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് ഒക്കെ ഒഴിവാക്കാനുള്ള നിയമമാണ് കേട്ടോ. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അതൊന്ന് നോക്കി വെച്ചോളാം. എന്നാണ് ആ നിയമം പാസ്സാക്കിയെന്നുള്ള ഡേറ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളാം. ദെൻ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ഖ്യാതി നേടിയ ബ്രിട്ടീഷുകാരി ഏദൻ കാദർഹാമാണ്. ഏദൻ കാദർഹാം 116 വയസ്സാണ് അവർക്കുള്ളത്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ഖ്യാതി നേടിയ ബ്രിട്ടീഷുകാരി ഏദൻ കാദർഹാം. ദെൻ സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്തെന്നാരോപിച്ച് അറസ്റ്റിലായ ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെയാണ്. സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്തെന്നാരോപിച്ച് അറസ്റ്റിലായ ശ്രീലങ്കൻ മുൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ. ഇന്ത്യയുടെ ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ISRO ബഹിരാകാശത്ത് സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ISRO ബഹിരാകാശത്ത് സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നത് 2035 കൂടെയാണ്. 2035 ഇന്ത്യയുടെ ബഹിരാകാശ നിലയം വരുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ISROൻ്റെ നേതൃത്വത്തിൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നായിരിക്കും അതിൻ്റെ നാമകരണം. ദെൻ ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ഡ്രോൺ തുറമുഖം കാൻഡ്ല തുറമുഖമാണ്. ഇന്ത്യയിലെ ആദ്യ ആൻറ്റി ഡ്രോൺ തുറമുഖം കാൻഡ്ല തുറമുഖം. ഈ തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ദീൻദയാൽ തുറമുഖം എന്ന്. അപ്പോൾ അത് പ്രത്യേകം പഠിച്ചു വയ്ക്കുക, പുതിയ തുറമുഖങ്ങളുടെ പേര്. അപ്പോൾ ദീൻദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന ഏത് തുറമുഖമാണെന്നൊക്കെ ചോദിച്ചിട്ട് ചോദ്യങ്ങൾ വരാം. ദെൻ 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാറാണ്. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ദെൻ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ് ഫിഷറാണ്. പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിൻ്റെ ഭാഗ്യചിഹ്നം ഹിമാലയൻ കിങ് ഫിഷർ. ദെൻ ഏതു ഗ്രഹത്തിലേക്കുള്ള റഷ്യൻ ബഹിരാകാശ ദൗത്യമാണ് വെനേറ D എന്നത്? ഏതു ഗ്രഹത്തിലേക്കുള്ള റഷ്യൻ ബഹിരാകാശ ദൗത്യമാണ് വെനേറ D? ശുക്രനിലേക്കുള്ള വീനസ് എന്നാണ് ശുക്രൻ്റെ പേര്. അപ്പോൾ ശുക്രനിലേക്കുള്ള ദൗത്യമാണ് വെനേറ D, റഷ്യയുടെ നേതൃത്വത്തിലാണ് അത് കേട്ടോ. ദെൻ എത്രാമത് കേരള ക്രിക്കറ്റ് ലീഗ് KCL സീസണാണ് 2025 ഓഗസ്റ്റ് 21 ആരംഭിക്കുന്നത്. 2ാം സീസണാണ്. ദെൻ റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം. റെയിൽവേ ട്രാക്കുകൾക്കിടയിൽ പോർട്ടബിൾ സോളാർ പാനലുകൾ ഘടിപ്പിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം വാരണാസിയാണ്, ഉത്തർപ്രദേശിലെ വാരണാസി. ദെൻ 5000 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഏത് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് 2025 ഓഗസ്റ്റ് 20 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? 5000 കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഏത് ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് 2025 ഓഗസ്റ്റ് 20 ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത്? അഗ്നി 5 ആണ്. അഗ്നി 5. ക്രിക്കറ്റ് കളിക്കാരുടെ ഫിറ്റ്നസ് വിലയിരുത്തുന്നതിനായി BCCI അവതരിപ്പിച്ച പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ബ്രോങ്കോ ടെസ്റ്റാണ്. ബ്രോങ്കോ ടെസ്റ്റ്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്ട് ഡ്രോൺ. ലോങ് എൻഡ്യൂറൻസ് കോമ്പാക്ട് ഡ്രോൺ ഏതാണ്? കാലഭൈരവാണ് കേട്ടോ. മെയിൽ എന്നാണ് ഷോർട്ട് ഫോം. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ AI അധിഷ്ഠിത മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറേറ്റഡ് കോമ്പാക്ട് ഡ്രോണാണ് കാലഭൈരവ്. ദെൻ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അജയ് സിംഗ് ആണ്. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അജയ് സിംഗ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഷാങ്ഹായ് കോർപ്പറേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. അതുപോലെ നമ്മൾ കാൻഡ്ല തുറമുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഉള്ള തുറമുഖങ്ങളുടെ പുതിയ പേര്, ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ മുൻ വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ നോക്കുക. ഈ ചോദ്യങ്ങൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ നിങ്ങൾ ഒന്ന് നോക്കി വെച്ചോളുക. കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലുള്ളത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.